ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് പ്രമുഖ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മധ്യേഷ്യയിലെ വൻ ശക്തികളായ സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ശത്രുത പുതിയൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. അടുത്തിടെ നടന്ന 40 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനിടയിൽ സൗദി അറേബ്യ ഇറാന്റെ അതിർത്തിക്കുള്ളിൽ അതിശക്തമായ വ്യോമാക്രമണം നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പതിറ്റാണ്ടുകളായി നിഴൽ യുദ്ധം നടത്തുന്ന ഇരു രാജ്യങ്ങളും തമ്മിൽ നേരിട്ടൊരു സൈനിക ഏറ്റുമുട്ടൽ നടന്നുവെന്ന വെളിപ്പെടുത്തൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. പടിഞ്ഞാറൻ രാജ്യങ്ങളിലെയും ഇറാനിലെയും ഉന്നത ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചാണ് റോയിറ്റേഴ്സ് ഈ വമ്പൻ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് സൗദി അറേബ്യ ഇറാന്റെ മണ്ണിൽ ഇത്തരമൊരു നേരിട്ടുള്ള സൈനിക നീക്കം നടത്തുന്നത്. ഇത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ഇറാന്റെ ഉള്ളിലുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് സൗദി വ്യോമസേനാ വിമാനങ്ങൾ പറന്നുയർന്നത്. അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ ഓപ്പറേഷൻ ഇപ്പോൾ പുറത്തു വന്നതോടെ മധ്യേഷ്യയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങൾ പൂർണ്ണമായും മാറുകയാണ്. ഈ ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ കാരണങ്ങൾ ഉണ്ടെന്നാണ് സൗദി ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. സൗദി അറേബ്യയുടെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ ഇറാൻ നിരന്തരം നടത്തിവന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് പകരമായാണ് ഈ നടപടി. സൗദിയുടെ സാമ്പത്തിക നട്ടെല്ലായ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളെ വെറുതെ വിടാൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ റിയാദ് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ പരമാധികാരത്തിന് നേരെ വരുന്ന ഏത് വെല്ലുവിളിക്കും ഇറാന്റെ മണ്ണിൽ തന്നെ മറുപടി നൽകുമെന്ന് സൗദി ഇതിലൂടെ തെളിയിച്ചിരിക്കുന്നു. US ബന്ധമുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളും സൗദിയെ ചൊടിപ്പിച്ചിരുന്നു. സഖ്യകക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ സ്വന്തം രാജ്യത്തിന്റെ പ്രതിരോധം കാത്തു സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സൗദി ഭരണകൂടം വിലയിരുത്തി. ഇറാന്റെ മണ്ണിൽ പ്രവേശിച്ചുള്ള ആക്രമണം ഒരു തരത്തിൽ വലിയൊരു സാഹസമായിരുന്നുവെങ്കിലും അത് അനിവാര്യമാണെന്ന നിലപാടിലായിരുന്നു സൗദി വ്യോമസേന. തന്ത്രപ്രധാനമായ ലൊക്കേഷനുകൾ കൃത്യമായി ലക്ഷ്യം വെച്ചാണ് സൗദി വിമാനങ്ങൾ ബോംബുകൾ വർഷിച്ചത്. എന്നാൽ ഈ ആക്രമണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മറ്റൊന്നാണ്. ആക്രമണം നടത്തുന്നതിന് തൊട്ടു മുൻപ് സൗദി അറേബ്യ വളരെ രഹസ്യമായി വിവരം ഇറാനെ അറിയിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഒരു വലിയ പ്രാദേശിക യുദ്ധം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു നീക്കം നടത്തിയത്. തങ്ങൾ ആക്രമിക്കാൻ പോകുകയാണെന്നും എന്നാൽ അത് തങ്ങളുടെ ഭൂപ്രദേശത്തിന് നേരെ നടന്ന ആക്രമണത്തിനുള്ള മറുപടി മാത്രമാണെന്നും സൗദി ഇറാനെ ബോധ്യപ്പെടുത്തി. ഇതാണ് മേഖലയെ ഒരു വലിയ മഹാമാരിയിൽ നിന്ന് രക്ഷിച്ചത്. സൗദിയുടെ ഈ മുന്നറിയിപ്പ് ഇറാനെ ഞെട്ടിച്ചെങ്കിലും അവർ സംയമനം പാലിക്കാൻ തയ്യാറായി. ഇരു രാജ്യങ്ങളും തമ്മിൽ അതീവ രഹസ്യമായ ചർച്ചകൾ പിന്നാമ്പുറത്ത് നടന്നുകൊണ്ടിരുന്നു. വലിയൊരു യുദ്ധത്തിലേക്ക് പോയാൽ അത് ലോക സാമ്പത്തിക രംഗത്തെ തന്നെ തകർക്കുമെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് ഇറാൻ ഉടനടി തിരിച്ചടി നൽകാതിരുന്നത്. ഇരു രാജ്യങ്ങളിലെയും ഉന്നത നയതന്ത്രജ്ഞർ ഫോൺ വഴിയും ദൂതന്മാർ വഴിയും ആശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നു. നയതന്ത്രത്തിന്റെ ഈ മിടുക്കാണ് രക്തച്ചൊരിച്ചിൽ വലിയ തോതിൽ വർദ്ധിപ്പിക്കാതെ കാര്യങ്ങൾ നിയന്ത്രിച്ചത്. സൗദി വ്യോമസേനയുടെ കരുത്ത് തെളിയിക്കുന്നതായിരുന്നു ഈ ഓപ്പറേഷൻ. ഇറാന്റെ റഡാർ സംവിധാനങ്ങളെ വെട്ടിച്ച് അതിർത്തി കടന്ന് ആക്രമണം നടത്തി തിരിച്ചു വന്നത് സൗദിയുടെ സൈനിക മികവിനെയാണ് സൂചിപ്പിക്കുന്നത്. അത്യാധുനിക യുദ്ധവിമാനങ്ങളാണ് ഇതിനായി ഉപയോഗിച്ചത്. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഈ ആക്രമണം തടയുന്നതിൽ എത്രത്തോളം പരാജയപ്പെട്ടു എന്നതിനെ കുറിച്ച് ഇപ്പോൾ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് ഇറാൻ സൈന്യത്തിന് വലിയൊരു നാണക്കേടായി മാറിയിരിക്കുകയാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഈ നീക്കങ്ങളെ നിശബ്ദമായി നിരീക്ഷിക്കുകയായിരുന്നു. സൗദിക്ക് വേണ്ടിയുള്ള സാങ്കേതിക സഹായങ്ങളും വിവരങ്ങളും നൽകുന്നതിൽ പാശ്ചാത്യ രാജ്യങ്ങൾ പങ്കുവഹിച്ചിട്ടുണ്ടാകാമെന്ന് പലരും കരുതുന്നു. എന്നാൽ പരസ്യമായ ഒരു നിലപാടെടുക്കാൻ ആരും തയ്യാറായില്ല. മധ്യേഷ്യയിലെ സംഘർഷം നിയന്ത്രിക്കുക എന്നതായിരുന്നു വാഷിംഗ്ടണിന്റെയും പ്രധാന താല്പര്യം. എണ്ണവില വർദ്ധിക്കുന്നത് തടയാൻ മേഖലയിൽ സമാധാനം നിലനിൽക്കേണ്ടത് ലോകശക്തികളുടെ ആവശ്യമാണ്. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വളരെ മിതമായിരുന്നു എന്നത് അത്ഭുതകരമാണ്. സ്വന്തം മണ്ണിൽ ആക്രമണം നടന്നിട്ടും അത് വലിയൊരു വാർത്തയാക്കാൻ ഇറാൻ ആഗ്രഹിച്ചില്ല. ആഭ്യന്തരമായി ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ഉണ്ടാകാതിരിക്കാനും അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ പ്രതിരോധ പാളിച്ചകൾ ചർച്ചയാകാതിരിക്കാനും ഇറാൻ ശ്രദ്ധിച്ചു. എന്നാൽ ഉള്ളിൽ വലിയ അമർഷം ഇറാൻ ഭരണകൂടത്തിന് ഉണ്ടെന്നത് വ്യക്തമാണ്. സൗദിയുടെ ഈ നീക്കം ഭാവിയിൽ അവർ എങ്ങനെ നേരിടുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. 40 ദിവസം നീണ്ടുനിന്ന ആ യുദ്ധം ലോകത്തിന് നൽകിയ സന്ദേശം വളരെ വലുതാണ്. ഈ യുദ്ധത്തിന്റെ ഭാഗമായി നടന്ന ഈ രഹസ്യ ഓപ്പറേഷൻ വരും വർഷങ്ങളിൽ ചരിത്രകാരന്മാർ വിശദമായി പഠിക്കും. സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധം ഇനി പഴയതുപോലെ ആകില്ല.
പരസ്പരം ആക്രമിക്കാനുള്ള കരുത്ത് തങ്ങൾക്കുണ്ടെന്ന് ഇരുപക്ഷവും തെളിയിച്ചിരിക്കുന്നു. സമാധാന ചർച്ചകൾക്ക് പുതിയൊരു മാനം നൽകാൻ ഈ സംഭവം കാരണമാകും. മേഖലയിലെ മറ്റു രാജ്യങ്ങളും ഈ വാർത്ത വളരെ ആശങ്കയോടെയാണ് കാണുന്നത്. UAE, ഖത്തർ, കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇറാനും സൗദിയും നേരിട്ട് ഏറ്റുമുട്ടിയാൽ അത് മറ്റു ഗൾഫ് രാജ്യങ്ങളെയും ബാധിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ മേഖലയിലെ രാജ്യങ്ങൾക്കിടയിൽ പുതിയ സുരക്ഷാ സഖ്യങ്ങൾ രൂപപ്പെടാൻ സാധ്യതയുണ്ട്. സൗദിയുടെ ഈ ആക്രമണം ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾക്കും വലിയൊരു തിരിച്ചടിയാണ്. ഹൂത്തികൾക്കും ഹിസ്ബുള്ളയ്ക്കും ഇറാൻ നൽകുന്ന പിന്തുണയ്ക്ക് പകരമായി സൗദി നേരിട്ട് ഇറാന്റെ മണ്ണിൽ തന്നെ പ്രഹരമേൽപ്പിച്ചത് ഈ ഗ്രൂപ്പുകളുടെ ആത്മവിശ്വാസം തകർക്കും. തങ്ങളുടെ രക്ഷാധികാരിയായ ഇറാൻ പോലും സുരക്ഷിതമല്ലെന്ന ബോധം അവരിലുണ്ടാകും. ഇത് പല വിഘടനവാദി ഗ്രൂപ്പുകളെയും തങ്ങളുടെ തന്ത്രങ്ങൾ മാറ്റാൻ പ്രേരിപ്പിക്കും. വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം സൗദിയുടെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് നേരെയുണ്ടായ ആക്രമണം തികച്ചും ആസൂത്രിതമായിരുന്നു. ഇതിന് മറുപടി നൽകിയില്ലെങ്കിൽ സൗദിയുടെ ആഗോള പ്രതിച്ഛായ തകരുമെന്ന ഭയമായിരുന്നു മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരിട്ടുള്ള സൈനിക നടപടിക്ക് അദ്ദേഹം അനുമതി നൽകിയത്. തന്റെ രാജ്യം ആരുടെയും മുന്നിൽ തലകുനിക്കില്ലെന്ന സന്ദേശം അദ്ദേഹം ലോകത്തിന് നൽകി. സൗദി വ്യോമസേന ഇറാന്റെ ഏത് ഭാഗങ്ങളിലാണ് ആക്രമണം നടത്തിയതെന്ന കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എങ്കിലും സൈനിക കേന്ദ്രങ്ങൾക്കും മിസൈൽ വിക്ഷേപണ തറകൾക്കുമാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ജനവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കാൻ സൗദി പരമാവധി ശ്രദ്ധിച്ചിരുന്നു. യുദ്ധക്കുറ്റങ്ങൾ ആരോപിക്കപ്പെടാതിരിക്കാൻ ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ അവർ അതീവ ജാഗ്രത പുലർത്തി. ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളിൽ US ലിങ്കുള്ള സൈറ്റുകളും ഉൾപ്പെട്ടിരുന്നു എന്നത് അമേരിക്കയെ ഈ വിഷയത്തിൽ നേരിട്ട് ബന്ധപ്പെടുത്തുന്നു. തങ്ങളുടെ താവളങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ സൗദിയെ ഉപയോഗിച്ച് തിരിച്ചടി നൽകാൻ അമേരിക്ക ശ്രമിച്ചിട്ടുണ്ടാകാം എന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. എന്നാൽ സൗദി ഇത് തങ്ങളുടെ സ്വന്തം തീരുമാനമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. ഈ സംഭവത്തിനു ശേഷം ഇറാന്റെ ഉള്ളിൽ തന്നെ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ തകരാറുകൾ പരിഹരിക്കാൻ ഇറാൻ സൈന്യം കഠിനമായി പരിശ്രമിക്കുകയാണ്. വിദേശ നിർമ്മിത റഡാറുകൾക്കും മിസൈലുകൾക്കും പകരം സ്വന്തം നിലയ്ക്ക് പ്രതിരോധം തീർക്കാൻ അവർ ശ്രമിക്കുന്നു. സൗദിയുടെ ഓരോ ചലനവും ഇറാൻ ഇപ്പോൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ ഈ വാർത്ത വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. എണ്ണ ഉൽപാദന രാജ്യങ്ങൾ തമ്മിലുള്ള ഈ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഇന്ധനവില കുതിച്ചുവരാൻ കാരണമാകുമെന്ന ഭീതി വ്യാപകമാണ്. ക്രൂഡ് ഓയിൽ വിതരണ ശൃംഖലയെ ബാധിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായാൽ അത് ലോകം മുഴുവൻ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും. അതുകൊണ്ട് തന്നെ ഐക്യരാഷ്ട്രസഭയും മറ്റ് സംഘടനകളും ഈ വിഷയത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ട്. സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ഈ ഡിച്ച് ചെയ്യൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിലെ പുതിയൊരു യുഗത്തിന്റെ തുടക്കമാണ്. പരസ്പര വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നിരുന്നാലും വലിയൊരു വിനാശം ഒഴിവാക്കാൻ ഇരുവരും കാണിച്ച നയതന്ത്ര വിവേകം അഭിനന്ദനാർഹമാണ്. ആക്രമണത്തിന് മുൻപ് വിവരം കൈമാറിയത് ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ അപൂർവമായൊരു കാഴ്ചയാണ്. വരും ദിവസങ്ങളിൽ ഈ വെളിപ്പെടുത്തലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റോയിറ്റേഴ്സ് റിപ്പോർട്ടിന് പിന്നാലെ മറ്റു മാധ്യമങ്ങളും ഇതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും അപകടകരമായ മേഖലകളിൽ ഒന്നായി മധ്യേഷ്യ വീണ്ടും മാറിയിരിക്കുന്നു. ഇനിയൊരു ചെറിയ തീപ്പൊരി പോലും വലിയൊരു പൊട്ടിത്തെറിക്ക് കാരണമായേക്കാം. സൗദി അറേബ്യയുടെ ഈ നേരിട്ടുള്ള സൈനിക നീക്കം ഇറാന്റെ ആധിപത്യത്തിന് ലഭിച്ച വലിയൊരു തിരിച്ചടിയാണ്. ഒപ്പം തന്നെ പ്രകോപനങ്ങൾക്ക് ശക്തമായ മറുപടി നൽകാൻ തങ്ങൾ സജ്ജമാണെന്ന് സൗദി പ്രഖ്യാപിച്ചിരിക്കുന്നു. മധ്യേഷ്യയിലെ ശാക്തിക ബലാബലങ്ങൾ പുനർനിർണയിക്കപ്പെടുന്ന ഈ ഘട്ടത്തിൽ സമാധാനം നിലനിർത്താൻ നയതന്ത്ര ചർച്ചകൾക്ക് മാത്രമേ കഴിയൂ എന്ന് ഈ 40 ദിവസത്തെ യുദ്ധം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരും മാസങ്ങളിൽ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ പരിണമിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്.